ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണെന്നും വരും ദശകങ്ങളിൽ 8% വളർച്ചാ സാധ്യതയുണ്ടെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി 10 വർഷം പൂർത്തിയാക്കി. 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ നിശ്ചയദാർഢ്യമാണ് പദ്ധതിയുടെ വിജയം വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വൈകുന്നേരം 5 മണിവരെ 54% പോളിംഗ്. സംയുക്ത പാർലമെന്ററി സമിതി വഖഫ് ഭേദഗതി ബിൽ റിപ്പോർട്ട് ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച സമർപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2030 HIV എയ്ഡ്സ് ഭീഷണികൾ അവസാനിപ്പിക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി 10 വർഷം പൂർത്തിയാക്കി. 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ നിശ്ചയദാർഢ്യമാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിവിധ മേഖലകളിൽ കയറ്റുമതി വർദ്ധിച്ചതും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടതും ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതി വിജയിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. പരിഷ്കാരങ്ങളിൽ ഇന്ത്യയുടെ കുതിപ്പ് തുടരുമെന്നും രാജ്യം ഒരുമിച്ച് ആത്മനിർഭറും വികസിത് ഭാരതും യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിലൊന്നാണെന്നും ആഗോള നിക്ഷേപത്തിന്റെ സുപ്രധാന ലക്ഷ്യസ്ഥാനമാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യ ഏകദേശം $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണെന്നും വരും ദശകങ്ങളിൽ 8% വളർച്ചാ സാധ്യതയുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉത്തർപ്രദേശ് അന്താരാഷ്ട്ര വ്യാപാര പ്രദർശനത്തിന്റെ 2ാം പതിപ്പ് ഗ്രേറ്റർ നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 29-ന് സമാപിക്കും. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി നിയോഗിച്ച സംയുക്ത പാർലമെന്ററി സമിതി പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. 1 കോടിയിലേറെ പേരിൽ നിന്ന് കമ്മിറ്റി അഭിപ്രായം ശേഖരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. നിരവധി സർക്കാർ സാമൂഹ്യ സംഘടനകളിൽ നിന്ന് സമിതി അഭിപ്രായങ്ങൾ ആരാഞ്ഞതായും കൂടുതൽ പേരുമായി ചർച്ചകൾ നടത്തിവരുന്നതായും ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. 3ാം മോദി സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം കഴിഞ്ഞ 100 ദിവസത്തിനിടെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നേരത്തെയും വഖഫ് ബില്ലിൽ ഭേദഗതി കൊണ്ടുവന്നിരുന്നെങ്കിലും നിരവധി പേരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നത് ഇത് ആദ്യമായാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർക്ക് സുരക്ഷിത അന്തരീക്ഷം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് സർക്കാർ പരിഗണന നൽകുന്നതെന്നും പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം 2,50,000 ഗുണഭോക്താക്കൾക്ക് 1,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് യാത്രക്കാർക്കായി ഹജ്ജ് സുവിധ ആപ്പ് പുറത്തിറക്കിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിലെ പൂനെ സന്ദർശിക്കും. 22,600 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ജില്ലാ കോടതി മുതൽ പൂനെയിലെ സ്വർഗേറ്റ് വരെയുള്ള മെട്രോ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏകദേശം 130 കോടി രൂപ വിലമതിക്കുന്ന രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. കാലാവസ്ഥാ ഗവേഷണങ്ങൾക്കായി രൂപപ്പെടുത്തിയ ഉയർന്ന പ്രവർത്തനക്ഷമയുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനവും പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വൈകുന്നേരം 5 മണിവരെയുള്ള കണക്കനുസരിച്ച് 54% പോളിംഗ് രേഖപ്പെടുത്തി. റെയ്സിയിൽ 71.81%, രജൌരിയിൽ 67.77%, പൂഞ്ചിൽ 71.59% പോളിംഗ് രേഖപ്പെടുത്തി. ശ്രീനഗറിൽ 27.31% പോളിംഗ്. ബുദ്ഗാമിലും ഗന്ധർബല്ലിലും യഥാക്രമം 58.97%, 58.81% പോളിംഗ് രേഖപ്പെടുത്തി. 6 ജില്ലകളിലെ 26 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. 239 സ്ഥാനാർത്ഥികളാണ് 2ാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. 25.78 ലക്ഷം പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. രാവിലെ 7 മണി മുതൽ 3,502 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ജമ്മുകാശ്മീരിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 1-ന് നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ.
2030 HIV എയ്ഡ്സ് ഭീഷണികൾ അവസാനിപ്പിക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രതിവർഷം സൌജന്യ HIV ടെസ്റ്റുകൾ നടത്തുന്ന 30 ദശലക്ഷത്തിലധികം വരുന്ന ഗർഭിണികൾക്ക് രാജ്യം HIV സിഫിലിസ് പരിശോധനകൾ നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 2010 മുതൽ HIV അണുബാധകൾ 44% കുറഞ്ഞു. ഇത് ആഗോള നിരക്കായ 39% മറികടക്കുമെന്നും അവർ വ്യക്തമാക്കി. രാജ്യത്ത് 2 പ്രധാന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിലെ ഗലാത്തിയ ഉൾക്കടലിലും മഹാരാഷ്ട്രയിലെ വധവനിലുമാണ് തുറമുഖ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതോടെ രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളുടെ എണ്ണം 14 ആകും. 3-ാം മോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസ നേട്ടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ സോനോവാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന നമ്പറിലോ MyGov ഓപ്പൺ ഫോറത്തിലോ മറ്റന്നാൾ വരെ അറിയിക്കാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ താരപ്രചാരകർ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തു. 22 നിയമസഭാ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോനിപത്തിലെ ഗോഹാനയിൽ നടന്ന ജന ആശീർവാദ് റാലിയെ അഭിസംബോധന ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. BJP സർക്കാരിന് കീഴിൽ വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഹരിയാന മികച്ച സംസ്ഥാനങ്ങളിൽ ഇടം നേടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി ഹരിയാനയിൽ വ്യവസായ നഗരങ്ങൾ സ്ഥാപിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കുന്നതിന് ജനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കുരുക്ഷേത്രയിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്തു. മുൻ ഉപപ്രധാനമന്ത്രി ചൌധരി ദേവി ലാലിന്റെ ജയന്തി ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ജനനായക് സമ്മാൻ റാലി സംഘടിപ്പിച്ചു. ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മായാവതി, ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദൽ എന്നിവരും റാലിയെ അഭിസംബോധന ചെയ്യും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും ഇന്ന് മെഹ്മിൽ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ പിന്തുണച്ച് ചിലിയൻ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട് ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ 79ാമത് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് UN സുരക്ഷാ സമിതി നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയെയും ബ്രസീലിനെയും ഒരു ആഫ്രിക്കൻ രാജ്യത്തെയും ഉൾപ്പെടുത്തണമെന്നും ചിലിയൻ പ്രസിഡന്റ് പറഞ്ഞു. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ഇന്ന് നിർണായക കണ്ടെത്തൽ. ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയുടെ ക്യാബിൻ പുറത്തെടുത്തു. ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം കൂടുതൽ സ്ഥിരീകരണങ്ങൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏക് പേഡ് മാ കെ നാം വൃക്ഷത്തൈ നടിയിൽ പ്രചാരണത്തിലൂടെ 80 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിച്ച് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. സർക്കാർ ഏജൻസികൾ, ഗ്രാമതല സ്ഥാപനങ്ങൾ, പ്രദേശവാസികൾ, മറ്റു പങ്കാളികൾ എന്നിവരുടെ പരിശ്രമത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നു. 20,000-ത്തിലധികം ആളുകളാണ് സംഘർഷത്തെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ അഭയം തേടിയത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കമാൻഡറെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. സ്ത്രീകൾക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ എതിരായ മോശം പരാമർശങ്ങൾ ജഡ്ജിമാർ ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതി. കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ വാദം കേൾക്കവെയാണ് പരമോന്നത കോടതിയുടെ നിരീക്ഷണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണെന്നും വരും ദശകങ്ങളിൽ 8% വളർച്ചാ സാധ്യതയുണ്ടെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി 10 വർഷം പൂർത്തിയാക്കി. 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ നിശ്ചയദാർഢ്യമാണ് പദ്ധതിയുടെ വിജയം വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വൈകുന്നേരം 5 മണിവരെ 54% പോളിംഗ്. സംയുക്ത പാർലമെന്ററി സമിതി വഖഫ് ഭേദഗതി ബിൽ റിപ്പോർട്ട് ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച സമർപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2030 HIV എയ്ഡ്സ് ഭീഷണികൾ അവസാനിപ്പിക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.